ഏറ്റവും അധികം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്ന മഹാനാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. അവര് വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മദീനയിലില്ല, നബി തങ്ങൾ തബൂക്കിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ജനാസ നിസ്കരിക്കാൻ ഇറങ്ങിയ മലക്കുകളെ കാണണോ മദീനത്ത്? മദീന എങ്ങനെ തബൂക്കിലേക്കൊന്നിങ്ങനെ ചുരുട്ടി കൊടുത്തു. എന്നിട്ട് ആ സ്വഹാബിന്റെ ജനാസക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 50,000 മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർക്കൊക്കെ എങ്ങനെയാ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പരിചയം? ഒറ്റ കാരണം കൊണ്ടാണ്, ഖുർആനുമായുള്ള വലിയ ബന്ധം. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനവറുകൾ എണ്ണം പറഞ്ഞത് 200 ഫതുഹുൽ മുഈനിലൂടെ. 200 പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അത് അധികം ഓതിയപ്പോഴാണ് ഇത്രയും മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. റബ്ബ് തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.